ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സാംസങ് M51ന്റെ അൺബോക്സിംഗും ഫസ്റ്റ് ഇംപ്രഷൻസും ആണ് ചെയ്യുന്നത്. ഈ ഫോണിന്റെ ഏറ്റവും ബെസ്റ്റ് ഫീച്ചർ ഇതിന്റെ ഡിസ്പ്ലേ തന്നെയാണ്. സാംസങ്ങിന്റെ SuperAMOLED പ്ലസ് ഡിസ്പ്ലേ. ഇതിനെപ്പറ്റി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ കാണാം. കളേഴ്സ് എല്ലാം വൈബ്രന്റ് ആണ്, അതുപോലെ തന്നെ ബ്രൈറ്റ്നസ്സും. ഇത്ര നല്ലൊരു ഡിസ്പ്ലേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. M51 ആമസോണിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 2 വേരിയൻസ് അവൈലബിൾ ആണ്. 6GB റാമും 128GB ഇന്റേണൽ മെമ്മറി ഉള്ളത് 23,000 രൂപയ്ക്കും 8GB റാം 128GB സ്റ്റോറേജ് ഉള്ളത് 25,000 രൂപയ്ക്കുമാണ്. ആമസോണിൽ നിന്ന് വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും M51 പ്രൈസിനുള്ള വാല്യൂ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം. ഇനി ഫോൺ അൺബോക്സ് ചെയ്ത് കണ്ടന്റ്സ് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ സിം ഇജക്ടർ ടൂള്, വാറന്റി കാർഡ്, അതുപോലെ തന്നെ യൂസർ മാനുവലും, പിന്നെ M51 സ്മാർട്ട് ഫോൺ. ഇത് ഇലക്ട്രിക് ബ്ലൂ കളറാണ്. 25 വാട്ടിന്റെ ടൈപ്പ് C ടു ടൈപ്പ് C USB ചാർജർ ആണ്. അതിന്റെ ടൈപ്പ് C ടു ടൈപ്പ് C USB കേബിളും. ഈ ഫോണിന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്തിട്ടുള്ള One UI 2.1 ആണ്. സ്നാപ്ഡ്രാഗൺ 730G SoC ആണ്. അതുപോലെ തന്നെ ഒക്ടോകോർ പ്രോസസർ ആണ്. GPU Adreno 618 ആണ്. 4 ക്യാമറകളുണ്ട്. 64 മെഗാ പിക്സലിന്റെ ഒരു വൈഡ് ആംഗിൾ ക്യാമറയും 12 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡും 5 മെഗാ പിക്സലിന്റെ മാക്രോ, 5 മെഗാ പിക്സൽ ഡെപ്തും. ഫ്രണ്ട് ക്യാമറ 30 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ആണ്. 7000 mAhന്റെ ബാറ്ററി ആണ്. നിങ്ങൾക്ക് ഈ ഫോൺ വെച്ച് റിവേഴ്സ് ചാർജിങ്ങും ചെയ്യാൻ പറ്റും. ഡ്യുവൽ സിമ്മും ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ടും ഉണ്ട്. പിന്നെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ NFC സപ്പോർട്ട് തന്നെയാണ്. ഡിസ്പ്ലേനെ പറ്റി ഞാനൊന്നും പറയാത്തത് മുമ്പ് പറഞ്ഞതുകൊണ്ട് തന്നെയാണ്. ഫോണിന്റെ ഏറ്റവും ബെസ്റ്റ് ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയത് ഡിസ്പ്ലേ തന്നെയാണ്. സ്നാപ്ഡ്രാഗൺ 7 സീരീസിലുള്ള പ്രൊസസർ ആയതുകൊണ്ട് തന്നെ പെർഫോമൻസിന്റെ കാര്യത്തിലും എഫിഷ്യൻസിയുടെ കാര്യത്തിലും നല്ലത് തന്നെയാണ്. ഫോൺ അൺലോക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഫേസോ അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റോ യൂസ് ചെയ്യാം. സൈഡിലുള്ള പവർ ബട്ടണിലാണ് ഫിംഗർ പ്രിന്റ് സെൻസർ ഉള്ളത്. 6.7 ഇഞ്ച് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഒരുവിധം വലിയ ഫോണാണ്. 7000 mAh ബാറ്ററി ഉണ്ടെങ്കിലും അത്ര വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. 213 ഗ്രാം ആണ്. റെഡ്മി നോട്ട് 9 പ്രോ സീരീസിന്റെ ഒക്കെ ഏകദേശം വെയിറ്റ് തന്നെ. ആദ്യം നമുക്ക് ക്യാമറ പെർഫോമൻസ് തന്നെ നോക്കാം. റിയർ ക്യാമറ മാക്സിമം 4K 30 fps വരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് ക്യാമറ 1080p 30 fps വരെയും. അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് 123 ഡിഗ്രി വരെ ഫോട്ടോയിൽ കിട്ടും. 2 സെൻസർ ഡെപ്തും മാക്രോവും അത്ര ഉപകാരം വരാൻ ചാൻസ് ഇല്ല. ഏറ്റവും ഉപകാരം വരുന്നത് ഈ അൾട്രാ വൈഡ് ആംഗിൾ സെൻസർ തന്നെയാണ്. നിങ്ങൾ പോർട്രേറ്റ് ഫോട്ടോ അല്ലെങ്കിൽ മാക്രോ ഫോട്ടോഗ്രാഫി യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ക്യാമറ ക്വാളിറ്റി നല്ലത് തന്നെയാണ്. ലോ ലൈറ്റിലും ഫോട്ടോയിൽ ഡീറ്റെയിൽസ് എല്ലാം തന്നെയുണ്ട്. ക്യാമറയിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ തന്നെയാണ്. നിങ്ങൾ ഈ ഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ ചാൻസും ആ ക്യാമറ തന്നെയായിരിക്കും. ഇനി ഫിംഗർ പ്രിന്റ് സെൻസറിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടം അനുസരിച്ചിരിക്കും. എനിക്ക് എന്തുകൊണ്ടും റിയർ ഫിംഗർ പ്രിന്റ് സെൻസറിനൊക്കെ നല്ലതായിട്ട് തോന്നുന്നത് ഇത് തന്നെയാണ്. സ്പീഡിന്റെ കാര്യത്തിൽ എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും തോന്നുന്നില്ല, ഏകദേശം സെയിം തന്നെയാണ്. ഇനി ഡിസ്പ്ലേനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഒരു പെർഫെക്റ്റ് ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ പറയാം. ഓഡിയോന്റെ കാര്യത്തിൽ സിംഗിൾ സ്പീക്കറിന് പകരം സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആയിരുന്നെങ്കിൽ നന്നായേനെ. നിങ്ങൾ ഒരു എക്സ്റ്റേണൽ സ്പീക്കറോ ഹെഡ്ഫോണോ യൂസ് ചെയ്യുകയാണെങ്കിൽ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ഉണ്ട്, അതുകൊണ്ട് തന്നെ നല്ല സൗണ്ട് എക്സ്പീരിയൻസ് ആയിരിക്കും. പെർഫോമൻസിന്റെ കാര്യത്തിലും ഫോൺ സ്മൂത്ത് ആണ്, ലാഗ് ഒന്നും തന്നെ ഇല്ല. UI നല്ല ഫ്ലൂയിഡ് ആണ്. സാംസങ് One UI കൊണ്ടുവന്ന പിന്നെ യൂസർ എക്സ്പീരിയൻസ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു 23,000-25,000 ബഡ്ജറ്റിലാണ് ഫോൺ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും M51 വാങ്ങാം. 6GBയും 8GB റാം മോഡലും തമ്മിൽ ആകെ റാമിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. മെമ്മറി സെയിം തന്നെയാണ്, അതുകൊണ്ട് 6GB വാങ്ങിയാലും വലിയ നഷ്ടമൊന്നുമില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്